ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പേജ് നമ്പർ 37 ഒരു 3 കണക്കുണ്ട്. ആ പ്രവർത്തനങ്ങളുമായിട്ടാണ്. ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി പ്രവർത്തനങ്ങളിടും. കാരണം ഒത്തിരി ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ്. ഇതുവരെ കഴിഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ധാരാളം കൂട്ടുകാർ വേറെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, നമുക്കൊരു നന്മ കിട്ടുമ്പോൾ ആ നന്മ നമ്മൾ മറ്റുള്ളവർക്കും കൂടെ കാണിച്ചു കൊടുക്കുക. ഏതായാലും ഞാൻ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയാണെങ്കിൽ എനിക്ക് അത്രയും ഞാൻ കഷ്ടപ്പെടുന്നതിന് എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. കാരണം കണക്ക് പിന്നെ മനസ്സിലാകാത്തതിൻ്റെ പ്രയാസം ഞാൻ ഒരിക്കലും അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അനുഭവിക്കുന്ന ആരും ഉണ്ടാകരുത് എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. വീണ്ടും ചില ഗുണനക്രിയകൾ, മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആ പ്രവർത്തനം എടുക്കുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് പേജ് നമ്പർ 37 ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. 1.5 meters of cloth is needed for a shirt. How much cloth is required for 5 such shirts? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. അതേപോലുള്ള 5 കുപ്പായത്തിന് എത്ര തുണി വേണം? വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. അപ്പോൾ ഒരു കുപ്പായം തുന്നാൻ വേണ്ട തുണിയുടെ അളവ്, അതായത് ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതാം 1.5 മീറ്ററാണ്. 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ, അതായത് 1.5 മീറ്ററുമാണ് വേണ്ടത്. അതേപോലുള്ള 5 കുപ്പായത്തിന്, അപ്പോൾ കുപ്പായങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഷർട്ട്സ് എത്രയാണ്? 5 എണ്ണം. ഇനി നമുക്ക് എഴുതാം 5 കുപ്പായത്തിന് വേണ്ട തുണിയുടെ അളവ്, ക്ലോത്ത് നീഡഡ് ഫോർ 5 ഷർട്ട്സ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1.5 മീറ്ററിൻ്റെ 5 മടങ്ങ്, അതായത് 5 ടൈംസ് ഓഫ് 1.5 മീറ്റർ. നമുക്കത് ഗുണനക്രിയ ആയിട്ട് എഴുതിയാൽ 1.5 ഗുണിക്കണം 5 വരുന്നത്. ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇതിനു മുമ്പ് ആ പാഠഭാഗത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അത് വിശദീകരിച്ച് പോകുന്നത്. 1.5 എന്ന് പറഞ്ഞാൽ 1.5, 1 അരയും, അതായത് 1 പ്ലസ് അരയാണ്. ഇതിൻ്റെ 5 മടങ്ങാണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ ഗുണനചിഹ്നം ഇല്ല, ഗുണനചിഹ്നത്തിൻ്റെ ആവശ്യമില്ല, ബ്രാക്കറ്റ് ഇട്ടതുകൊണ്ട്. 1നെ 5 കൊണ്ട് ഗുണിക്കണം, അരയെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1ൻ്റെ 5 മടങ്ങ് നമുക്കറിയാം. 1 ഗുണിക്കണം 5 കൂട്ടണം. ഇനി അരയെ 5 കൊണ്ട് ഗുണിക്കണം, അരയുടെ 5 മടങ്ങ്. അരയുടെ 5 മടങ്ങ് നമുക്കറിയാം 2.5 അറിയാലോ. ഏതായാലും 1 × 5 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് അരേൻ്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ അരേൻ്റെ 2 മടങ്ങ് എത്രയാ? 1. അപ്പം 4 മടങ്ങ് എത്രയാ? 2. പിന്നെ 5 മടങ്ങ് അതിനോട് അരയും കൂടെ ചേർത്താൽ മതി, 2.5. ഇനി നോക്കാം, 5ഉം 2.5യും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 7.5 മീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതല്ല, ഇവിടെ മറ്റൊരു ക്രിയ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അരയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5/2 ആണല്ലോ. 2/1 5 മടങ്ങ്. അപ്പം 5നെ 2 കൊണ്ട് ഹരിക്കുന്നതിന് അതിൻ്റെ പകുതി കണ്ടാൽ മതി. 5ൻ്റെ പകുതി 4ൻ്റെ പകുതി 2ആണ്, 1ൻ്റെ പകുതി അരയും. അങ്ങനെ നമുക്കിവിടെ 2.5 കിട്ടുന്നത്. ഇത് അല്ലാതെയും ചെയ്യാം കേട്ടോ, മനക്കണക്കായിട്ട് ചെയ്യാം. അതായത് 1.5യുടെ 2 മടങ്ങ് എത്രയാ? 3 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാം. അപ്പം 2 മടങ്ങ് 3 4 മടങ്ങ് 6. പിന്നെ ഒരു 1.5യും കൂടി അല്ലേ വരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ 1.5യുടെ 5 മടങ്ങാണ്, 1.5യുടെ 2 മടങ്ങ് 3. പിന്നെ 3ൻ്റെ ഇരട്ടി കാണുക 6. അപ്പം 4 മടങ്ങായി. പിന്നെ ഒരു 1.5യും കൂടെ കൂട്ടിയാലും മതി. ഈ രീതിയിലും മനക്കണക്കായിട്ടും ഇത് ചെയ്യാം. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.
എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം. The price of 1 kilogram of okra is 30 rupees. What is the price of 2.5 kilograms? ഇത് മലയാളം മീഡിയത്തിൽ പറയുന്നത് 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപ, 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും? വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് സ്റ്റെപ്പ് എഴുതാം. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എത്രയാണ്? പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് okra, അതായത് 30 രൂപയാണ് ഇവിടെ പറയുന്നത്, 30 റുപ്പീസ്. ഇനി പറഞ്ഞിരിക്കുന്നത് 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും? അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതാം. പ്രൈസ് ഓഫ് 2.5 kg ഓഫ് okra, അതായത് അപ്പം 30ൻ്റെ 2.5 മടങ്ങ്, അതായത് 2.5 ടൈംസ് ഓഫ് 30. നമുക്ക് ഗുണനക്രിയയായിട്ട് എഴുതാം. 30 × 2.5, 2.5. ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവും. ഇത് എളുപ്പ വഴിക്ക് ചെയ്യാം. എങ്ങനെയാണ്? 30ൻ്റെ 2 മടങ്ങ് 60ആണ്. പിന്നെ 30ൻ്റെ പകുതി, 30ൻ്റെ പകുതി 15 അല്ലേ? നേരത്തെ കൽബിനുള്ളിൽ വെച്ച എത്രയാ? 60. 60ഉം 10 70ഉം 5ഉം 75 രൂപയാണ് മനക്കണക്കായിട്ട്. നമുക്കിനി എഴുതി ചെയ്ത് നോക്കാം. 30 ഗുണിക്കണം 2 കൂട്ടണം, പിന്നെ ഏതാണ്? 30 ഗുണിക്കണം 1/2. 32 60ആണ്, കൂട്ടണം 30ൻ്റെ പകുതി എത്രയാണ്? 15. 60ഉം 10ഉം 70ഉം 5ഉം 75 രൂപയാണ് വരുന്നത്. ഇനി അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചോളൂ. അതായത് 30 ഗുണിക്കണം 2.5 എന്ന് പറഞ്ഞാൽ അരയുടെ 5 മടങ്ങ്, അതായത് 5/2. ഈ 2 4 1 5, 5/2. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 30ഉം 2ഉം തമ്മിൽ ബന്ധമുണ്ട്. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15ആണ് കിട്ടുക. അപ്പം 2 15ആണ് 30. 15 ഗുണിക്കണം 5 എത്രയാണ്? 75ആണ് വരുന്നത്. നമുക്കത് തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഈ രീതിയിലും ചെയ്യാം, നമുക്കിതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. A person walks 2.5 kilometers in an hour. At the same speed, how far will he walk in 1.5 hours? അതായത് ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. ഈ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കുമെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. ഒരാൾ 1 മണിക്കൂറിൽ നടക്കുന്ന ദൂരം, അതായത് ഡിസ്റ്റൻസ് ഇൻ 1 അവർ എത്രയാണ്? 2.5 കിലോമീറ്റർ ആണ്. ഇനി അടുത്തത് അതിൻ്റെ ബാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേ വേഗത്തിലാണ് കേട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കുമെന്നാണ് ചോദിച്ചത്. ഡിസ്റ്റൻസ് ഇൻ 1.5 ഹവേഴ്സ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? 2.5യുടെ 1.5 മടങ്ങ്, അതായത് 1.5 ടൈംസ് ഓഫ് 2.5. അപ്പം നമുക്ക് ഗുണനക്രിയയായിട്ട് എഴുതാം. 2.5 ഗുണിക്കണം 1.5. ഇവിടെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, 2.5 ഗുണിക്കണം 1.5 എന്ന് പറയുമ്പോൾ 2.5യുടെ 1 മടങ്ങ് കാണുക. 2.5യുടെ 1 മടങ്ങ് എത്രയാ? 2.5 കൂട്ടണം 2.5യുടെ 1 മടങ്ങ് ഇപ്പൊ നമ്മൾ കണ്ടു. ഇനി 2.5യുടെ അര മടങ്ങ്. 2.5യുടെ അര എത്രയാ വരിക? നമുക്കറിയാം 1.25 വരിക. 1.25 ആവുമ്പോൾ 2ഉം 1ഉം കൂടെ കൂട്ടുക, 3, അര, 4, 3/4. അപ്പം നമുക്ക് എത്രയാ കിട്ടുക? 3.25 കിലോമീറ്റർ ആണ് കിട്ടുന്നത്. ഇത്രയും കിലോമീറ്റർ നടന്നു. ഇനി അതല്ല, നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് ചെയ്യാം. ഞാൻ ഇടതുവശത്ത് എഴുതാം, നിങ്ങളിതിൻ്റെ താഴെ എഴുതി പോയാൽ മതി. 2.5 ഗുണിക്കണം 1.5 എന്ന് പറയുമ്പോൾ അരയുടെ 5 മടങ്ങാണ് വരിക അല്ലേ? ഈ 2 4 1
5/2 ഗുണിക്കണം അരയുടെ 3 മടങ്ങാണ്. ഒരു 2, 2 1, 3/2. അപ്പം നമുക്ക് 5 ഗുണിക്കണം 3/2 ഗുണിക്കണം 2, അതായത് 15/4. നമുക്ക് 15-ൽ 4 എത്ര പ്രാവശ്യം പോകുന്നു നമുക്ക് അറിയുന്ന കാര്യമാണ്. 4 3 12. ബാക്കിയുള്ളത് 4-ൽ 3 ഭാഗം, അതായത് 3.25 കിലോമീറ്ററാണ് 1.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നന്നായിട്ട് ചോദ്യം വായിക്കുക. ചോദ്യം വായിച്ച ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നും കൃത്യമായിട്ട് കണ്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാമോ? ചോദ്യം വായിച്ച് സ്വന്തം ചെയ്യുക. അപ്പോഴേ നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും അഥവാ മനസ്സിലായിട്ടില്ല എങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 1 2 പ്രാവശ്യം കാണുക. കൃത്യമായിട്ട് ക്ലാസ് അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടുപഠിക്കുക. ഓക്കെ, ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ലവ് യു ഓൾ, ബൈ.